നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയല്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഒരു പ്രസ്താവനയാണിത്. പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല പാസ്പോർട്ട് എന്ന് നിയമവിദഗ്ധർക്കെല്ലാം അറിയാം. സാധാരണക്കാരായ ജനങ്ങൾ ഒരുപക്ഷെ ഇത് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന രേഖയാണ് എന്നൊരുപക്ഷെ കരുതിയേക്കാം. പക്ഷേ നിയമവിദഗ്ധർക്കൊന്നും അത്തരമൊരു അഭിപ്രായമില്ല എന്ന് മാത്രമല്ല, അവർക്ക് വ്യക്തമായി ഇത് പൗരത്വ രേഖയല്ല എന്ന് അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അത്തരമൊരു പ്രസ്താവന നടത്തിയത്? ഇത് പുതിയ പ്രസ്താവനയൊന്നുമല്ല. 1967 പാസ്പോർട്ട് നിയമം അനുസരിച്ച് തന്നെ പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണ്, അല്ലാതെ പൗരത്വ രേഖയല്ല. ഇന്ത്യൻ പൗരത്വം തീരുമാനിക്കുന്നത് 1955 പൗരത്വ നിയമം അനുസരിച്ചിട്ടുള്ള ചട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഒരു കാരണവശാലും ഒരു പൗരത്വ രേഖയല്ല എന്നത് പുതിയ കാര്യമല്ല. പക്ഷേ പുതിയ കാര്യമല്ലാഞ്ഞിട്ടുകൂടി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു പറയുകയും ചെയ്തു. എന്തിന്? അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കുന്ന രേഖ? ഇന്ത്യക്കാർ എല്ലാവരുടെയും കയ്യിൽ, ഒട്ടുമിക്ക എല്ലാവരുടെയും കയ്യിൽ ആധാറുണ്ട്. ഈ ആധാർ കാർഡ് പൗരത്വ രേഖയാണോ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി തന്നെ അത് പൗരത്വ രേഖയല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആധാർ ഒരാളുടെ തിരിച്ചറിയൽ കാർഡ് മാത്രമാണിത്. ഇന്നയാൾ ഇതാണ് എന്ന ഒരു ബയോമെട്രിക് വിവരങ്ങളടങ്ങിയ ഒരു രേഖ മാത്രമാണത്. അല്ലാതെ ഇന്ത്യൻ പൗരനാണ് താൻ എന്ന് ഒരു തെളിവും ആധാർ നൽകുന്നില്ല. വോട്ടർ ഐ ഡിയെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വോട്ടർ ഐ ഡിയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടർ ഐ ഡി ഉണ്ടാകുകയുള്ളൂ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുകയുമുള്ളൂ. അല്ലാത്തവരും കടന്നുകൂടിയിട്ടുണ്ട്, പക്ഷേ അത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വോട്ടർ ഐ ഡിയിൽ പേരില്ലാത്തത് കൊണ്ട് അയാളെ ഇന്ത്യൻ പൗരനല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വോട്ടർ ഐ ഡിയും ഒരു പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല, പൗരത്വ രേഖയെ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഏതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം താൻ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ? ഇന്ത്യക്കകത്ത് ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുണ്ട്, വിദേശികളുണ്ട്, നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളുണ്ട്. ഇവരെല്ലാം രാജ്യത്തിനകത്ത് സ്വന്തം പൗരന്മാരെ പോലെ സ്വന്തം പൗരന്മാർക്കിടയിൽ ഒളിച്ചു താമസിക്കുകയാണ്. അവരെ ഇപ്പോഴും പിടികൂടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് പിടിവീണാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ, ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരനാണ് പിടിവീഴുന്നതെങ്കിൽ അയാൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് അയാളുടെ കയ്യിലുള്ളത്? സത്യത്തിൽ അങ്ങനെ ഒരു രേഖ ഒരു ഇന്ത്യൻ പൗരനുമില്ല. ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇനി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് അത്ര എളുപ്പമൊന്നുമല്ല. പൗരത്വ നിയമ ഭേദഗതി വരുത്തിയപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ എന്തുമാത്രം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും കണ്ടു എന്ന് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അത് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനും അവരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കാനും അവരെ അതിർത്തിക്കപ്പുറത്തേക്ക് പുറന്തള്ളാനുമുള്ള ഒരു നിയമമാണ് എന്ന് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുകയും രാജ്യത്തുടനീളം പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയത്. മാത്രമല്ല, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ NRC, രാജ്യത്തെ പൗരന്മാരുടെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുക. നിയമപരമായി അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പൗരന്മാരെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി. പക്ഷേ അതുപോലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട്. അത് നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ ശക്തികളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയുള്ള സംഘടനകളുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രേഖയുണ്ടാക്കുക, അല്ലെങ്കിൽ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ സർക്കാരിനെയും കൊണ്ട് സാധിക്കുകയില്ല. വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള, പാർലമെൻറ്റിൽ വലിയ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ NRC ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നമുക്കറിയാം, ദില്ലിയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത്. പാർലമെൻറ്റിൽ NDAക്ക് അനുകൂലമായ MP-മാരുടെ എണ്ണം കൂട്ടാനാണ് വലിയ നീക്കങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് പിന്നാലെ ഉണ്ടായ നിരാശ മുതലെടുത്തുകൊണ്ട്
തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം MP-മാരെയും സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചു. അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയും ആ രാഷ്ട്രീയ പാർട്ടി NDAയോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10-20ഓളം MP-മാരാണ് ആ രീതിയിൽ NDA ക്യാമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ NDAക്ക് തൃണമൂലിൻ്റെ പിളർപ്പോടുകൂടി വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാവുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ പിളർപ്പ്, ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ MP-മാരിൽ 7 പേരും ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലാണ് BJPയിലേക്ക് 7 MP-മാർ എത്തുന്നത്. മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടു. അതായത് മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 9 MP-മാരുണ്ടായിരുന്നു. അതിൽ 6 MP-മാരെയും ഏക്നാഥ് ഷിൻഡെ റാഞ്ചി. ഏക്നാഥ് ഷിൻഡെ എന്നത് ഷിൻഡെ വിഭാഗം ശിവസേനയുടെ തലവനാണ്. അദ്ദേഹം NDA നേതാവാണ്. അങ്ങനെ സ്വന്തം പാളയത്തിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് 9 MP-മാരെ കൂടി നേടിക്കൊടുത്തു ഏക്നാഥ് ഷിൻഡെ. ആം ആദ്മി പാർട്ടിയിൽ രാഘവ് ചദ്ദ NDAക്ക് വേണ്ടി പണിയെടുത്തു. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ മറ്റു ചില തൃണമൂൽ നേതാക്കൾ തന്നെ പണിയെടുക്കുന്നു. അങ്ങനെ നിരവധി MP-മാർ ഇപ്പോൾ NDA ക്യാമ്പിലുണ്ട്. ചുരുക്കത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ 1-2 MP-മാരുടെ കുറവ് മാത്രമേ ലോക്സഭയിൽ ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 3/2 ഭൂരിപക്ഷത്തിന് കുറവുള്ളൂ. 3/2 ഭൂരിപക്ഷം വേണ്ട ഭരണഘടനാ ഭേദഗതി ബില്ലുകളടക്കം ഇനി പാർലമെൻറ്റിൽ വന്നാൽ BJP ഒരു കൈ നോക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിഷയങ്ങളിൽ പ്രശ്നാധിഷ്ഠിതമായ പിന്തുണ നൽകാൻ തയ്യാറാണ് എന്ന് DMK അറിയിച്ചിട്ടുണ്ട്. കാരണം DMKയും കോൺഗ്രസും തമ്മിൽ തെറ്റി ഇന്ത്യ മുന്നണിയിൽ വലിയ തകർച്ചയുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ DMK നരേന്ദ്രമോദിക്കൊപ്പം ചില ഘട്ടങ്ങളിൽ നിൽക്കുമെന്ന ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. രാജ്യസഭയിൽ നേരത്തെ തന്നെ ഉറപ്പാക്കി. ഇങ്ങനെ 3/2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ BJP ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ദില്ലിയിൽ നമ്മൾ കാണുന്നത്. ഇനിയും ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വരും എന്നാണ് സൂചന. NCP ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗത്തിനോടൊപ്പം ചേരാനായി തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. പഞ്ചാബിൽ 60ഓളം MLA-മാരാണ് നേരെ BJPയിലേക്ക് വരാൻ കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദേശീയ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നീക്കമായിരുന്നു, BJP ദേശീയ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നീക്കമായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നത് എന്ന് വ്യക്തം. ഇതിൻ്റെയൊക്കെ പ്രയോജനമുണ്ടാവുക കേന്ദ്ര BJPക്കായിരിക്കും. കാരണം BJPക്കും NDAക്കും അനുകൂലമായി ജനപ്രതിനിധികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കൂറുമാറ്റം നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടും. പക്ഷേ 2/3 MP-മാരും പോയി കഴിഞ്ഞാൽ അതിന് ഇളവുകളുണ്ട്, അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിയുടെയും MP-മാരുടെ കണക്കെടുത്ത് അതിൽ 2/3 എത്ര എന്ന് കൃത്യമായി നോക്കി അത്രയും എണ്ണം MP-മാരെയാണ് ലോക്സഭ രാജ്യസഭ MP-മാരെയാണ് BJP സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിലെത്തി പരാജയപ്പെട്ടു പോയ വനിതാ സംവരണ ബില്ല്, മണ്ഡല പുനർനിർണയ ബില്ല്, ഇതെല്ലാം വീണ്ടും BJP സർക്കാർ വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയിലേക്കായി കൊണ്ടുവരുമെന്നാണ് പലരും ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അത് കൊണ്ടുവരുമായിരിക്കാം. പക്ഷേ അതൊന്നുമല്ല, ഒരു പുതിയ സാധനം പാർലമെൻറ്റിൽ എത്താൻ പോകുന്നു. അതിന് 2/3 ഭൂരിപക്ഷം വേണമെങ്കിൽ അതിനും തയ്യാറാണ് എന്ന രീതിയിലുള്ള നിലമൊരുക്കമാണ് പാർലമെൻറ്റിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. ദേശീയ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. അതാണ് NRC, അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ വരാൻ പോകുന്നു. ഇപ്പോൾ തന്നെ രാജ്യത്ത് സെൻസസ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 2003 പൗരത്വ ചട്ടങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ഒരു ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അഥവാ NPR തയ്യാറാക്കാനുള്ള നിർദ്ദേശം ആ ചട്ടങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുതിയ നിയമ ഭേദഗതിയുടെയൊന്നും ആവശ്യമില്ല. ആദ്യം സെൻസസ് നടപ്പാക്കുക, സെൻസസ് നടത്തിയതിനു ശേഷം നേരെ ദേശീയ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കുക, ദേശീയ പോപ്പുലേഷൻ രജിസ്റ്ററിന് ശേഷം ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് NRC തയ്യാറാക്കുക. ഈ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. NRC തയ്യാറാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിനാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിനാവശ്യമായ വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങൾ BJP നടത്തിയത് എന്ന് വ്യക്തമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബംഗാളിൽ എത്ര ധൃതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്.
600 ഏക്കർ സ്ഥലം സൈന്യത്തിന് വേലി കെട്ടാനായി വിട്ടുകൊടുക്കുന്നു. BSFന് നേരിട്ട് ബംഗ്ലാദേശികളെ പിടികൂടിയാൽ കൈമാറാനുള്ള തീരുമാനം വരുന്നു. ഇങ്ങനെ ബംഗ്ലാദേശികളെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളാനുള്ള വലിയ നീക്കം നടക്കുന്നു. അതായത് ബംഗ്ലാദേശികൾക്ക് അല്ലെങ്കിൽ ധാക്കയ്ക്ക് അത് അത്ര കണ്ട് സഹിക്കുന്നില്ല. ഇങ്ങനെ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ് പുറത്താക്കുന്നതിന് മുമ്പ് ഔദ്യോഗികമായ പരിശോധന നടത്തണം എന്നൊക്കെയാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഭാരതത്തിന് അധികാരമുണ്ട് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിക്കുന്നത്. ഇങ്ങനെ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ മോദി സർക്കാരിന് പദ്ധതിയുണ്ട്. കാരണം ഈ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന യഥാർത്ഥ പൗരന്മാരും ഒരുപോലെ യാതൊരു രേഖയുടെയും അടിസ്ഥാനമില്ലാതെ രാജ്യത്ത് താമസിക്കാൻ പാടില്ല. അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചു പുറത്താക്കുമ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ കയ്യിൽ പൗരത്വ രേഖയില്ല, പക്ഷേ ഇവിടെ ആരുടെ കയ്യിലാണ് പൗരത്വ രേഖ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതൊരു വലിയ നിയമപ്രശ്നമായി മാറും. രാജ്യത്തെ ജനങ്ങൾ പൗരത്വ രേഖയില്ലാതെ ഇവിടെ താമസിക്കാൻ പാടില്ല. രാജ്യം വ്യവസ്ഥാപിതമായ ഒരു രാജ്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ ഉണ്ടായേ തീരൂ. ഇവിടെ പൗരന്മാരാരാണ്, വിദേശികളാരാണ്, അനധികൃത കുടിയേറ്റക്കാരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഭാവിയിൽ അതല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്, രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനാണ്, രാജ്യത്തിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കാനാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നർത്ഥം. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ചിലർ അതിനെ എതിർക്കുന്നുണ്ട്. ചിലർ മാത്രമല്ല, പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റു ചില സംഘടനകളുമൊക്കെ അതിനെ എതിർത്തേക്കാം. പക്ഷേ പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം ഒപ്പിച്ചുകൊണ്ട് കാര്യമായ മുന്നേറ്റം നടത്താനാണ് മോദി സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അസ്വാഭാവികമായി രാജ്യത്തെ ജനസംഖ്യാ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ ഒരു സമിതിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത്. അതായത് ഈ സമിതി അസ്വാഭാവികമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനസംഖ്യ പരിവർത്തനം നടന്നിട്ടുണ്ടോ, ജനസംഖ്യാ മാറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അനധികൃത കുടിയേറ്റം കാരണം, മതപരിവർത്തനം കാരണമൊക്കെ ഓരോ പ്രദേശത്തിൻ്റെയും ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് പഠിച്ച് ഇതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ടായിരിക്കും ഈ സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് കൂടി കയ്യിലെത്തിയാൽ NRC നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ NRC നടപ്പിലാക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങും. 1 വർഷമാണ് ഈ സമിതിക്ക് സമയം നൽകിയിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ തന്നെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ വ്യക്തമായ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി വിദേശികളെ ഈ രാജ്യത്ത് നിന്നും ചവിട്ടി പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നരേന്ദ്രമോദി സർക്കാർ വരും ദിവസങ്ങളിൽ NRCയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള നിലമൊരുക്കലുകളാണ് ഇപ്പോൾ ദില്ലിയിൽ BJPയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.